നമസ്കാരം, എൻ്റെ പേര് മോഹൻ. ഞാൻ വെളിയങ്കോട് കച്ചവടം നടത്തുന്ന ആളാണ്. ഈ വണ്ടി ഒരു 12 കൊല്ലമായി സെക്കൻഡ് ഹാൻഡിൽ എടുത്തിട്ട് സർവീസ് ഇവിടെയാണ്. ഒരു 4-5 കൊല്ലമായിട്ട് സർവീസ് ഇവിടെയായിരുന്നു. പിന്നെ പാസ്റ്ററിനെ പരിചയമുണ്ട്. എൻ്റെ വീട്ടിൽ സർവീസ് ഉണ്ടായിരുന്നു. പിന്നെ എടപ്പാളും സർവീസ് നടന്നു. ഇപ്പോൾ ഇവിടെ സൗകര്യമായി ഇവിടെ സർവീസ് നടത്തുന്നു. ഇപ്പോൾ സർവീസിന് വന്നാണ്. പക്ഷേ നോക്കുമ്പോൾ പിള്ളേർ പോയി. അപ്പോൾ നാളെ കാലത്ത് വന്നാൽ കുറച്ച് പണിയുണ്ട്, കുറച്ച് കൂടുതൽ പണിയുണ്ട്. നാളെ ചെയ്ത് വരാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഒരു ദിവസം ഞാൻ തൃശ്ശൂരും കുന്നംകുളം പോകുന്നുണ്ട്, ചിലപ്പോൾ ഉച്ചരിഞ്ഞിട്ട് തിരൂരും പോകുന്നുണ്ട്. ഈ വണ്ടിക്ക് യാതൊരു കുഴപ്പമില്ല. എനിക്ക് സക്സസ് ആണ്. നമുക്ക് ലൈസൻസ് ഇല്ലാത്ത കാരണം ഇതാണ്ട് യാതൊരു കുഴപ്പമില്ലാണ്ട് പോകുന്നു. ഇതിൽ എനിക്ക് കച്ചവടമായതുകൊണ്ട് അത്യാവശ്യം സാധനം കൊണ്ടുവരാനുണ്ട്. മുമ്പ് ബസ്സിലാണ് കൊണ്ടുവന്നിരുന്നത്. പിന്നെ കാലിൻ്റെ മുട്ടുവേദന കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഇത് പക്കായാണ്. പിന്നെ അത് കാരണം ജീവിതം മുന്നോട്ട് പോകുന്നു. ചിലവും കുറവാണ്. എന്താ വെച്ചാൽ നമ്മൾ പെട്രോൾ അടിക്കണമെങ്കിൽ എത്ര രൂപ പെട്രോൾ വേണം. ഇതിന് അങ്ങനെയുള്ള പരിപാടി ഒന്നും ഇല്ല. ഒരു മാക്സിമം ചാർജ് ചെയ്താൽ ഇതിപ്പോൾ 90 കിലോമീറ്റർ കിട്ടുന്നുണ്ട് എനിക്ക്. ബാറ്ററി ലിഥിയം ഇപ്പോൾ അടുത്ത് മാറ്റി 6 മാസമായിട്ടുള്ളൂ. ആ മൈലേജ് ഉണ്ട്. ഒരു 3.5 മണിക്കൂർ കൊണ്ട് ഫുൾ ചാർജ് ആവുന്നുണ്ട്. അങ്ങനെയാണ് പോകുന്നത്. കുഴപ്പമില്ല. സർവീസ് ഇവിടെയാണ് സർവീസ് ചെയ്യാറ്. പക്ഷേ സർവീസിൻ്റെ കാര്യം പക്കയാണ്. നമ്മൾ പറഞ്ഞ ടൈമിന് വന്നു കഴിഞ്ഞാൽ കറക്റ്റ് ചെയ്യും. ഇപ്പം ഇന്നിപ്പോൾ പണി കൂടുതലുണ്ട്. അപ്പോൾ പിള്ളേർ പോയി. അപ്പോൾ നാളെ ചെയ്താൽ കംപ്ലീറ്റ് ചെയ്തു തരാം. പിന്നെ അത് പഴയ വണ്ടി കുറേ കാലമായി 10-12 ഞാൻ മേടിച്ചത് പഴയതിലാണ്. തന്നെ പഴയതിലാണ്. അപ്പോൾ പിന്നെ അത്യാവശ്യം ലോഡ് വെച്ചിട്ട് കൊണ്ടുവരുന്നുണ്ട്. ഇവിടെ എൻ്റെ കുറച്ച് തെങ്ങുണ്ട്. ആ തേങ്ങ ഒക്കെ ഈ വണ്ടിയിൽ തന്നെ കൊണ്ടുപോകണം. അപ്പോൾ അത് അത്യാവശ്യം പണിയെടുക്കുന്ന വണ്ടി. അപ്പോൾ അതിൻ്റെ വണ്ടിയുടെ ഒരു പൊട്ടിലും തെളിവിലും ഉണ്ട്. പിന്നെ എന്ന് പറഞ്ഞാലേ ഒരു ദിവസം കുന്നംകുളം പോവും, ആ ദിവസം തന്നെ തിരൂരും പോകാറുണ്ട് സാധനം എടുക്കാൻ. അപ്പോൾ എനിക്ക് ഈ വണ്ടി വളരെ ലാഭകരമാണ് ആയിട്ടാണ് തോന്നുന്നത്. പെട്രോളും വേണം, പോലീസുകാരനെ പേടിക്കും വേണം. ഇതിലാകുമ്പോൾ യാതൊരു പേടിയുമില്ല, യാതൊരു കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെയാണ് പോകുന്നു.